യൂണിറ്റ്സ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ചാപ്റ്റർ. ഏകകങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ മലയാളം. എന്താണ് യൂണിറ്റ്സ് എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് യൂണിറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ക്വാണ്ടിറ്റി എന്ത് എന്നുള്ളതാണ്. എഴുതിയ കാണാം. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി മീൻസ് എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. അളക്കുവാൻ സാധിക്കുന്ന എന്തിനേയും ക്വാണ്ടിറ്റി എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. സമയം നമുക്ക് കൃത്യമായി പറയുവാൻ സാധിക്കും. ഒരു വസ്തുവിൻ്റെ നീളം അല്ലെങ്കിൽ ഉയരം കൃത്യമായി പറയുവാൻ സാധിക്കും. ഒരു വസ്തുവിൻ്റെ ഭാരത്തെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായി പറയുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സമയമാവട്ടെ, നീളമാവട്ടെ, ഭാരമാവട്ടെ, ഇതെല്ലാം തന്നെ ക്വാണ്ടിറ്റി എന്ന പരിധിയിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. പറഞ്ഞിട്ടുള്ളത് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി മീൻസ് എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. അളക്കുവാൻ സാധ്യമാവുന്ന എന്തിനേയും നമ്മൾ ക്വാണ്ടിറ്റി എന്ന ആണ് വിളിക്കപ്പെടുന്നത്. മെഷർമെൻറ്റ് ഈസ് ദെയർഫോർ ഫൗണ്ടേഷൻ ഓഫ് ഫിസിക്സ്. അതുകൊണ്ട് തന്നെ ഫിസിക്സിൻ്റെ, ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് അളക്കുക എന്നുള്ളത്. എക്സാമ്പിളായിട്ട് ലെങ്ത്ത്, മാസ്, ഏരിയ, ഫോഴ്സ് എന്നിവയൊക്കെ കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് ഞാനിപ്പോൾ പറഞ്ഞു, മാസ് ഭാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഏരിയ അഥവാ വിസ്തീർണം, നമ്മളിപ്പോൾ ഒരു ഭൂമി, ഒരു സ്ഥലം വാങ്ങുകയാണെന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ ഇത്ര സെൻറ്റ് അല്ലെങ്കിൽ ഇത്ര ഏക്കർ എന്നൊക്കെ പറയും. അത് ആ ഭൂമിയുടെ അളവാണ്. അതുകൊണ്ട് തന്നെ ഏരിയ അഥവാ വിസ്തീർണം എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റിയാണ്. അതേപോലെ ഫോഴ്സ്, ബലം എന്ന് പറയുന്നതും ക്വാണ്ടിറ്റിയാണ്. ഇനി അടുത്ത വാചകം ശ്രദ്ധിക്കുക. ഇൻ ഓർഡർ ടു എക്സ്പ്രസ് എനി ക്വാണ്ടിറ്റി വി മസ്റ്റ് ഫസ്റ്റ് ചൂസ് എ സ്യൂട്ടബിൾ യൂണിറ്റ് ആസ് സ്റ്റാൻഡേർഡ്. ഒരു ക്വാണ്ടിറ്റിയെ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ, ക്വാണ്ടിറ്റിയെക്കുറിച്ച് മറ്റൊരാൾക്ക് ധാരണ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അതിന് ആ ക്വാണ്ടിറ്റി അളക്കുവാനായിട്ടുള്ള ഒരു യൂണിറ്റ് നമ്മൾ സ്വീകരിക്കണം. യൂണിറ്റ്സ് എന്താണെന്ന് താഴെ പറയുന്നുണ്ട്. സോ യൂണിറ്റ്സ് ആർ ദ അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ മെഷറിംഗ് എ ക്വാണ്ടിറ്റി. ഒരു ക്വാണ്ടിറ്റിയെ അളക്കുവാനായി നാം സ്വീകരിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ ഏകകങ്ങൾ അഥവാ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ ലെങ്ത്ത് ഒരു ക്വാണ്ടിറ്റിയാണെന്ന് പറഞ്ഞു. ലെങ്ത്തിൻ്റെ, നീളത്തിൻ്റെ ഒരു യൂണിറ്റാണ് മീറ്റർ, അഥവാ നമ്മൾ സാധാരണ പറയാറുള്ള മീറ്റർ, സെൻറ്റിമീറ്റർ, കിലോമീറ്റർ എന്നിവയെല്ലാം തന്നെ നീളത്തിൻ്റെ യൂണിറ്റുകളാണ്. അപ്പോൾ മീറ്റർ എന്ന് പറയുന്നത് നീളത്തിൻ്റെ ഒരു യൂണിറ്റാണ്. അതേപോലെ മാസിന് കിലോഗ്രാം, ഭാരത്തിന് നമ്മൾ കിലോഗ്രാമിൽ പറയാറുണ്ട്. ഏരിയ കാണാൻ അല്ലേ, മീറ്റർ സ്ക്വയറിൽ പറയാറുണ്ട്, സ്ക്വയർ മീറ്റർ എന്ന് പറയും. ഇനി സെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും ഏരിയൻ്റെ യൂണിറ്റ് തന്നെയാണ്. ഒരു ക്വാണ്ടിറ്റിക്ക് തന്നെ ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടാവാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്രൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരു വാതിലിൻ്റെ നീളം പറയുകയാണെന്ന് വിചാരിക്കുക. ഒരു വാതിലിൻ്റെ നീളം എന്ന് പറയുന്നത് പിന്നെ മീറ്ററിൽ പറയാം ഇല്ലേ, അതേപോലെ സെൻറ്റിമീറ്ററിൽ പറയാം, മില്ലിമീറ്ററിൽ പറയാം, അതല്ലെങ്കിൽ ഇഞ്ചസിൽ പറയാം, ഫീറ്റിൽ പറയാം. ഇതെല്ലാം തന്നെ ആ ലെങ്ത് എന്ന ക്വാണ്ടിറ്റിയുടെ വ്യത്യസ്തങ്ങളായ യൂണിറ്റുകളാണ്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റിക്ക് തന്നെ ഒന്നിലധികം യൂണിറ്റ്സുകൾ ഉണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി എന്താണ് ക്വാണ്ടിറ്റി, എന്താണ് യൂണിറ്റ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
അളക്കുവാൻ സാധ്യമാവുന്ന എന്തിനേയും ക്വാണ്ടിറ്റി എന്നും ആ ഒരു ക്വാണ്ടിറ്റിയെ അളക്കാൻ ഉപയോഗിക്കുന്ന മാനത്തെ, ഏകകത്തെ യൂണിറ്റ് എന്നും പറയുന്നു. ഇനി വ്യത്യസ്ത സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ആണ് ഈ ഒരു ഭാഗത്തൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. നമുക്ക് അറിയാവുന്നതാണ്, നമ്മളെ നാട്ടിൽ പറയുന്ന പല അളവുകളും മറ്റൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഏറ്റവും ബേസിക്കായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നൊരു കാര്യം, നമ്മൾ വീട്ടിൽ ഭക്ഷണം വെക്കുവാൻ അരി അളന്നിടുമ്പോൾ നാഴി അരി എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. നാഴി എന്ന് പറയുന്നത് അരി അളക്കുവാനായി നമ്മുടെ കാലങ്ങളായിട്ട് നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ പറയുന്നൊരു യൂണിറ്റാണ് നാഴി എന്ന് പറയുന്നത്. പക്ഷേ അത് നമ്മുടെ സ്റ്റേറ്റിന് പുറത്ത് പോയിട്ട് മറ്റൊരു സംസ്ഥാനത്ത് പോലും ആ ഒരളവ് പറഞ്ഞാൽ ആർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഓരോ ക്വാണ്ടിറ്റിക്കും ഓരോ നാട്ടിലും പല തരത്തിലുള്ള യൂണിറ്റുകളുണ്ടെങ്കിലും ലോകമൊട്ടുക്കും യൂണിറ്റുകളെ 4 സിസ്റ്റംസായിട്ട് പറയാറുണ്ട്. 4 സിസ്റ്റംസായിട്ട് പറയാറുണ്ട്. അതിൽ ഒന്നാമത്തെ സിസ്റ്റമാണ് CGS സിസ്റ്റം. CGS system. In this system, the units of length, mass and time are centimeter, gram and second. നീളത്തിൻ്റെയും ഭാരത്തിൻ്റെയും സമയത്തിൻ്റെയും യൂണിറ്റുകൾ ഏതാണ് എന്ന് കണക്കാക്കിയിട്ടാണ് ഈ കാണുന്ന CGSഉം FPS-ഉം MKS സിസ്റ്റം. 3 സിസ്റ്റംസ് നിങ്ങൾക്കവിടെ 1, 2, 3 എന്നിട്ട് കാണുവാൻ സാധിക്കും. ഈ 3 സിസ്റ്റംസിനെയും ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. CGS സിസ്റ്റത്തിൽ C ഫോർ സെൻറ്റിമീറ്റർ, G ഫോർ ഗ്രാം, S ഫോർ സെക്കൻഡ്. സെൻറ്റിമീറ്റർ നീളത്തിനും ഗ്രാം ഭാരത്തിനും സെക്കൻഡ് സമയത്തിനും ആയിട്ടുള്ള യൂണിറ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് CGS സിസ്റ്റം. അതേസമയം FPS സിസ്റ്റം അഥവാ ഫൂട്ട് പൗണ്ട് സെക്കൻഡ് സിസ്റ്റം, നീളത്തിന് ഫീറ്റും ഭാരത്തിന് പൗണ്ടും സമയത്തിന് സെക്കൻഡും യൂണിറ്റുകളായിട്ടുള്ള സിസ്റ്റത്തെയാണ് FPS സിസ്റ്റം എന്ന് പറയുന്നത്. മൂന്നാമത് MKS സിസ്റ്റമാണ് കാണുവാൻ സാധിക്കുന്നത്. MKS സിസ്റ്റത്തിൽ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് സിസ്റ്റമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീളത്തിന് മീറ്ററും ഭാരത്തിന് കിലോഗ്രാമും ടൈമിന് സെക്കൻഡും ആയിട്ടുള്ള, സമയത്തിന് സെക്കൻഡും യൂണിറ്റ് ആയിട്ടുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ MKS സിസ്റ്റം എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, CGS, FPS, MKS ഇതാണ് 3 സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് നമ്മൾ പഠിക്കുന്നത്. നീളം, ലെങ്ത്ത്, മാസ്, ടൈം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് യൂണിറ്റ് വരുന്നു. CGS ആകുമ്പോൾ സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. FPS-ൽ ഫീറ്റ്, പൗണ്ട്, സെക്കൻഡ്. MKS-ൽ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവയാണ് ആ യൂണിറ്റുകൾ. അതിനനുസരിച്ചാണ് ആ പേരുകൾ വന്നിട്ടുള്ളത്. ഇനി താഴെയുള്ള വരി നോക്കുക. ബോത്ത് CGS ആൻഡ് MKS സിസ്റ്റംസ്, അതായത് ഈ CGSഉം MKS സിസ്റ്റത്തെയും കൂടി ആർ നോൺ ആസ് മെട്രിക് സിസ്റ്റം. CGSനെയും MKS സിസ്റ്റത്തിനെയും മെട്രിക് സിസ്റ്റം എന്നും FPS സിസ്റ്റത്തിന് FPS സിസ്റ്റം ഈസ് നോൺ ആസ് ബ്രിട്ടീഷ് സിസ്റ്റം. FPS ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ് എന്നിവയെല്ലാം തന്നെ യൂറോപ്യൻ രീതിയിലുള്ള യൂണിറ്റുകളാണ്. അതുകൊണ്ട് തന്നെ അവയെ ബ്രിട്ടീഷ് സിസ്റ്റം എന്നുമാണ് നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. ആ മെട്രിക് സിസ്റ്റംസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CGSഉം MKSഉമാണ്. ബ്രിട്ടീഷ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ അത് FPS സിസ്റ്റമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഇത് പല നാട്ടിലും, ഇപ്പോൾ CGSഉം MKSഉം നമ്മുടെ നാടുകളിൽ ഉപയോഗിക്കുമ്പോൾ FPS സിസ്റ്റം പ്രധാനമായിട്ടും ഫോളോ ചെയ്യുന്നത് യൂറോപ്യൻ കൺട്രികളാണ്, യൂറോപ്യൻ രാജ്യങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ നാടുകളിൽ മറ്റ് യൂണിറ്റുകളും, ഏഷ്യയിൽ വേറെ യൂണിറ്റുകളും, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മറ്റ് യൂണിറ്റുകളൊക്കെ ആകുമ്പോൾ ഓരോ നാട്ടിലും
പലതരത്തിലുള്ള യൂണിറ്റുകളാകുമ്പോൾ ഇവിടെ പറയുന്ന ഒരു യൂണിറ്റ് മറ്റൊരാൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇപ്പം ഞാൻ അരിയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഫീറ്റ് എന്നുള്ളത് നീളത്തിൻ്റെ ഒരു യൂണിറ്റായി കണക്കാക്കി. ഈ ഫീറ്റ് എന്നുള്ളത് ഒരു പക്ഷേ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നീളത്തിന് ഫീറ്റ് എന്നുള്ള ഒരാൾ കേട്ടിട്ടുണ്ടാവണമെന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇൻ്റർനാഷണലി ലോകോത്തരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ലോകം മൊത്തം ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ ആ പുസ്തകം ലോകത്ത് മുഴുവനും വിറ്റഴിക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിവരം മനസ്സിലാക്കണമെങ്കിൽ അതിൽ സ്വീകരിക്കുന്ന യൂണിറ്റുകൾ, ആ പുസ്തകത്തിൽ എഴുതുന്ന യൂണിറ്റുകൾ ലോകത്തെ എല്ലായിടത്തും അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരിക്കണം. ആ രൂപത്തിൽ 1960കളിൽ to uniform the units internationally in 1960 a new system is introduced. ഞാൻ പറഞ്ഞതുപോലെ ലോകത്തെല്ലായിടത്തും സ്വീകരിക്കാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് 1960കളിൽ രൂപം കൊണ്ടു. ആ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെയാണ് സിസ്റ്റം ഇൻ്റർനാഷണൽ അഥവാ SI യൂണിറ്റ് എന്ന് പറയുന്നത്. സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് അഥവാ SI യൂണിറ്റ്. അത് എന്താണ്, ഓരോ ക്വാണ്ടിറ്റിയുടെയും SI സിസ്റ്റത്തിലുള്ള യൂണിറ്റ് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഒരു സയൻസ് പഠിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൽ SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആയിട്ട് 7ഉം 2ഉം 9 യൂണിറ്റുകളെയാണ് പറയുന്നത്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് 7 യൂണിറ്റുകളും സപ്ലിമെൻ്ററി യൂണിറ്റ്സ് 2ഉം ഉൾപ്പെടെ 9 യൂണിറ്റുകളെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ് ആയിട്ട് കണക്കാക്കുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസായി കണക്കാക്കുന്നത്. അതിൽ ലെങ്ത്ത്, മാസ്, ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 1 മുതൽ 7 വരെ നമ്പർ ഇട്ട് എഴുതിയിട്ടുണ്ട്. ലെങ്ത്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, ലുമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഈ 7 എണ്ണമാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു യൂണിറ്റിൽ നിന്നും മറ്റൊരു ക്വാണ്ടിറ്റിയിൽ നിന്നും ഈ ക്വാണ്ടിറ്റി ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല. അതായത് ലെങ്ത്ത് എന്ന് പറയുന്നത്, മാസ് എന്ന് പറയുന്നതോ ടൈം എന്ന് പറയുന്നതോ മറ്റേതെങ്കിലും ഒന്നിൽ നിന്ന് നമുക്ക് രൂപീകരിക്കാൻ സാധ്യമാവില്ല. അതുകൊണ്ടാണ് അവയെ ഫണ്ടമെൻ്റൽ അടിസ്ഥാനപരമായിട്ടുള്ള ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ SI സിസ്റ്റത്തിൽ ഈ അടിസ്ഥാനപരമായ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെയും സപ്ലിമെൻ്ററി യൂണിറ്റ്സിൻ്റെയും എല്ലാം തന്നെ യൂണിറ്റും അവയുടെ സിമ്പലും നിങ്ങൾ അടിസ്ഥാനപരമായി പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഇത് ഒന്നാമത്തത് ലെങ്ത്താണ്. നീളത്തിന് യൂണിറ്റ് ഇവിടെ കാണുവാൻ സാധിക്കും. ലെങ്ത്തിന് മീറ്റർ എന്നുള്ളതാണ് യൂണിറ്റ്, സിമ്പൽ M എന്ന് കൊടുത്തിട്ടുണ്ട്. മാസ്, ഭാരത്തിന് കിലോഗ്രാമും സമയത്തിന് സെക്കൻഡും, ഇലക്ട്രിക് കറണ്ടിന് ആംബിയറും, ടെമ്പറേച്ചറിന് കെൽവിനും, ലുമിനസ് ഇൻറ്റൻസിറ്റിക്ക് കാൻഡലയും, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് മോൾ എന്നിവയാണ് ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം, മാസ് പറഞ്ഞാൽ ഭാരം, ഒരു വസ്തുവിൻ്റെ ഭാരത്തെ സംബന്ധിച്ചാണ് പറയാം. അത് കിലോഗ്രാമാണ്, ലോകമൊട്ടുക്കും അംഗീകരിച്ചിട്ടുള്ള യൂണിറ്റ്. സമയത്തിന് സെക്കൻഡ് എല്ലാവർക്കും അറിയാവുന്ന യൂണിറ്റാണ്. കറണ്ട് ആംബിയർ എന്ന യൂണിറ്റിലാണ് ലോകമൊട്ടുക്കും അംഗീകരിച്ചിട്ടുള്ളത്. ടെമ്പറേച്ചർ, താപനിലയെ സംബന്ധിച്ച് നമ്മൾ ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഡിഗ്രി കെൽവിൻ എന്നുള്ളതാണ് ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ്. ലുമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ്. അത് കാൻഡല എന്ന് പറയുന്നതാണ് ഒരു ബേസിക് യൂണിറ്റാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഒരു വസ്തു, എനി മാറ്റർ കണ്ടെയ്ൻസ്, നമുക്കറിയാം ഏതൊരു വസ്തുവും ഒരു ഭാരം അടങ്ങിയിട്ടുണ്ട്. അതിൽ എത്രത്തോളം വസ്തു അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മോൾ എന്നുള്ളത് ചെറിയ ക്ലാസ്സുകളിൽ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതും ബേസിക് ക്വാണ്ടിറ്റിയാണ്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ യൂണിറ്റ് മോൾ എന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാം തന്നെ സിമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മീറ്ററിന് M എന്നുള്ളതും, കിലോഗ്രാമിന് kg എന്നും, സെക്കൻഡിന് S എന്നും, ആംബിയറിന് A, കെൽവിൻ K, കാൻഡല CD, മോൾ MOL
ഇവിടെ MOLE ആണ് യൂണിറ്റ് എങ്കിൽ സിമ്പിൾ MOL എന്ന് മാത്രമാണ് ശ്രദ്ധിക്കുക. ഇത് കൂടാതെ സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ആയിട്ട് ആംഗിളുമായി ബന്ധപ്പെട്ടിട്ട് കോണുകളുമായി ബന്ധപ്പെട്ടിട്ട് പ്ലെയിൻ ആംഗിൾ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞ രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്. പ്ലെയിൻ ആംഗിളിന് റേഡിയൻ, സോളിഡ് ആംഗിളിന് സ്റ്റെറഡിയൻ എന്നുള്ളതുമാണ് SI സിസ്റ്റത്തിലെ ആംഗിളുകളുടെ യൂണിറ്റുകൾ. പ്ലെയിൻ ആംഗിൾ റേഡിയനും സോളിഡ് ആംഗിൾ സ്റ്റെറഡിയനുമാണ് എന്നുള്ളതും അവയുടെ സിമ്പിൾസ് RAD എന്നുള്ളതും SR ആണ് എന്നുള്ളതും മനസ്സിലാക്കുക. ഈ കാണിച്ചിട്ടുള്ള 9 യൂണിറ്റുകളും ബേസിക് യൂണിറ്റ്സുകൾ അഥവാ അടിസ്ഥാന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള യൂണിറ്റുകളാണ്. ഇവ വേറെ എവിടെ നിന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതേസമയം ഈ അടിസ്ഥാനപരമായ യൂണിറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് മറ്റു പല ക്വാണ്ടിറ്റികളും അടിസ്ഥാനപരമായിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് മറ്റു പല ക്വാണ്ടിറ്റികളും അതേപോലെ ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉപയോഗിച്ചിട്ട് മറ്റു പല യൂണിറ്റ്സുകളും നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. അത്തരം ക്വാണ്ടിറ്റീസിനെ അല്ലെങ്കിൽ യൂണിറ്റ്സിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയിൽ ഒന്നാമതായിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത് ഒരുപാടെണ്ണമുണ്ട്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഞാനിവിടെ 10-11 എണ്ണമാണ് എഴുതിയിട്ടുള്ളത്. അതിൽ ആദ്യം എഴുതിയിട്ടുള്ളത് ഏരിയ എന്നുള്ളത്. ഏരിയ എന്നുള്ളതിൻ്റെ ഇപ്പോൾ നമ്മളൊരു ചതുരത്തിലുള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു വസ്തുവിൻ്റെ ഏരിയയാണ് കണക്കാക്കുന്നതെങ്കിൽ നീളം ഗുണം വീതി എന്നുള്ളതാണ് പഠിച്ചിട്ടുള്ളത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റും മീറ്ററാണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നതിൻ്റെ വീതിയും നമ്മൾ മീറ്ററിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ മീറ്റർ, മീറ്റർ സ്ക്വയർ എന്നുള്ളതാണ് ഏരിയയുടെ യൂണിറ്റ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ്. അതായത് ലെങ്ത് എന്നുള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയെ വീണ്ടും ലെങ്ത് കൊണ്ട് തന്നെ ഗുണിച്ചാലാണ് ഏരിയ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കിട്ടുക. അതേപോലെ മീറ്റർ എന്നുള്ള ഫണ്ടമെൻ്റൽ യൂണിറ്റിനെ മീറ്റർ കൊണ്ട് തന്നെ ഗുണിച്ചാലാണ് ഈ ഏരിയയുടെ ഡിറൈവ്ഡ് യൂണിറ്റ് ആയിട്ടുള്ള സ്ക്വയർ മീറ്റർ അഥവാ മീറ്റർ സ്ക്വയർ കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കുക. അതേ രൂപത്തിൽ വോളിയത്തിന് മീറ്റർ ക്യൂബും വെലോസിറ്റി ഇതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട് ഓരോ ചാപ്റ്ററിലും. വെലോസിറ്റി എന്ന് പറയുന്നത് സ്പീഡുമായി ബന്ധപ്പെട്ട ടേമാണ്. മീറ്റർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡ് കൊണ്ട് എത്ര മീറ്റർ പോയിട്ടുണ്ട് എന്നുള്ളതാണ് വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി, ആംഗിളിനെ സംബന്ധിച്ച് പറയുമ്പോൾ റേഡിയൻ പെർ സെക്കൻഡ് ആണ് എന്നുള്ളതും ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്നുള്ളതും ഫോഴ്സ് ബലത്തിന് ന്യൂട്ടൺ ആണ്. എന്താണ് ന്യൂട്ടൺ എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. തൽക്കാലം ഡിറൈവ്ഡ് യൂണിറ്റ്സിൽ ഫോഴ്സിന് ന്യൂട്ടൺ ആണ് എന്നുള്ളതും പ്രഷർ ന്യൂട്ടൺ പെർ സ്ക്വയർ മീറ്റർ ആണ് എന്നുള്ളതും ഡെൻസിറ്റി കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആണ് എന്നുള്ളതും വർക്കിനും എനർജിക്കും ജൂൾ ആണ് എന്നുള്ളതും പവറിന് വാട്ടാണ് എന്നുള്ളതും ടോർക്കിന് ന്യൂട്ടൺ മീറ്റർ ആണ് എന്നുള്ളതൊക്കെ തൽക്കാലം ഒന്ന് മനസ്സിലാക്കി വെക്കാം. കൂടുതൽ മറ്റ് ചാപ്റ്ററുകൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. പക്ഷേ ഇവയെല്ലാം തന്നെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നുള്ളതാണ്. ഈ കാണിച്ചിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷനാണ്. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമും ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറുമാണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളതിന് പകരമാണ് ന്യൂട്ടൺ എന്ന് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ വ്യക്തമായി നമുക്ക് അത്തരം ചാപ്റ്ററുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നുണ്ടായിട്ടുള്ള ക്വാണ്ടിറ്റികളെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അത്തരം യൂണിറ്റുകളെയാണ് ഡിറൈവ്ഡ് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.